ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ മണാലി വന്നിട്ട് 3 ദിവസമായി. മഞ്ഞ് കാണാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇതുവരെ നമ്മൾ മഞ്ഞ് കണ്ടില്ല. മഞ്ഞ് കാണാനുള്ള തയ്യാറെടുപ്പിനായി നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ വന്ന്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ മഞ്ഞുമലയിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. മഞ്ഞുമല മഞ്ഞൊക്കെ വീണ് തണുപ്പാണ്. അപ്പൊ അവിടുത്തെ തണുപ്പിന്റെ കാര്യം നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. ഈ ഡ്രസ് ഇട്ടിട്ട് തന്നെ ഫുൾ തണുപ്പാണ്. യെസ് ഗൈസ്, നമ്മള് മഞ്ഞിലേക്ക് പോകാൻ വേണ്ടി എല്ലാം മഞ്ഞ് കൂടുതലായിട്ട് കാണുന്ന സ്ഥലം ഈ അടൽ ടണലിന്റെ അപ്പുറത്താണെന്നാണ്. അപ്പൊ ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ ആ പോണ വഴിയിൽ ഈ പറഞ്ഞ പോലെ കുതിരയും കാടും വേണ്ട ദൂരെ മഞ്ഞുമലകളും എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് വലിയ രസമായിട്ട് അങ്ങ് പോവായിരുന്നു. ഇതേണ്ട വെള്ളം ഒഴുകി വീഴുന്ന വഴിക്ക് മഞ്ഞായി ഐസായി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അടൽ ടണൽ എത്താറായി. അപ്പൊ അതിന്റെ എൻട്രൻസിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതൊരു 9 കിലോമീറ്ററോളം ലോങ് ആയിട്ടുള്ള ഒരു ടണലാണ്. പണ്ട് ഈ റോഹ്താ പാസ് കടന്നു പോകണമെങ്കിൽ ഏകദേശം 40 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണമായിരുന്നു. ഇതാണ്ട് അത് കടന്നു ചെന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. കണ്ടോ ഗൈസ്, ഇവിടെ ഒരു കുന്തവും ഇല്ല കേട്ടോ, മഞ്ഞൊന്നുമില്ല. ഇത് ഈ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമൊക്കെ ആയിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പൊ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് മഞ്ഞ് കാണണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ എല്ലാവരും വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മള് മണാലി ശിശു റോഡ് അങ്ങ് അപ്പുറം വരെ പോയി. 10 കിലോമീറ്റർ അപ്പുറം പോയി നോക്കിയപ്പോഴും ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞാൽ മഞ്ഞുണ്ട്, പക്ഷെ നല്ല ദൂരെയാണ് ഈ കാണുന്ന പോലെ. മഞ്ഞ് ഇങ്ങനെ മുകളിൽ വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന ചന്ദ്രഭാഗ നദിയാണ് ഈ കാണുന്നത്. അതിന്റെ ആ വ്യൂ ഒക്കെ നല്ല രസമാണ്. നമ്മൾ ഇറങ്ങി കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി മഞ്ഞത്ത് എങ്ങനെ നടക്കും, എങ്ങനെ കളിക്കും എന്നുള്ള ഒരു ആലോചനയിലായി. ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു നടക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ഒരു നടത്തം തുടങ്ങി ഗൈസ്. അവിടുന്ന് കണ്ടോ ഈ ദൂരെ കാണുന്ന അവിടെയാണ്, ഇതാണ് അടൽ ടണലിന്റെ എൻട്രൻസിന്റെ ഭാഗമാണ് കാണുന്നത്. ഇവിടുന്ന് എല്ലാവരും ഇറങ്ങി ഈ കാണുന്ന റൂട്ടിൽ അങ്ങനെ നടന്നു പോവാണ്. നമ്മളും കൂടെ നടന്നു. നല്ല തണുപ്പുണ്ട്, വിചാരിച്ച പോലില്ല. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആക്ച്വലി ഈ നമ്മളിപ്പോൾ ഈ നടന്നു പോണ ഈ വഴിയൊക്കെ ഫുള്ള് മഞ്ഞിങ്ങനെ നിറഞ്ഞു കിടന്ന് ഇതിലൂടെയൊക്കെ തെന്നി കളിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പം ഇതാണ് ഈ കാണുന്ന ഇതുപോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തുപ്പിത്തെറിച്ച പോലെ കുറച്ച് മഞ്ഞൊക്കെ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ നടന്ന് മലമണ്ടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഒക്കെ നടന്നെന്ന് എനിക്ക് തോന്നുന്നത്. നടന്ന് കിടന്ന് മല കയറി റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞു 2 മണി ഒക്കെ ആയെന്ന് തോന്നുന്നു. 2 മണി 3 മണി ആയപ്പോഴത്തേക്കും നമ്മൾ മലയുടെ മുകളിലേക്ക് എത്താറായി. മുകളിലേക്ക് എത്തി, കുറേ ദൂരം എത്തി, എല്ലാവരും ക്ഷീണമായി, ഇരുന്നു, വീണ്ടും റെസ്റ്റ് എടുത്തു. അങ്ങനെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞാൽ കുറെ അങ്ങ് മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും തണുപ്പ് കാരണം വിറച്ച് തുമ്മലായി, ചീറ്റലായി. എങ്ങനെയായാലും സംഭവമൊക്കെ കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട് ഇവിടുന്ന് കാണാൻ. എന്താണ് ദൂരെ കാണുന്നതൊക്കെ ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ കയറി അങ്ങ് മുകളിലെത്തിയതാണ്. നമ്മൾ ഇനിയും മുകളിലേക്ക് കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നോക്കട്ടെ. അങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലെത്തി കേട്ടോ. മഞ്ഞൊക്കെ അടുത്ത് കണ്ടു. അങ്ങനെ കുറച്ചു നേരം ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ആ മഞ്ഞിന്റെ ആ ഒരു രസമുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് ഇങ്ങനെ ആ ഒരു മണ്ണൊക്കെ വാരി കയ്യിലിട്ട് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമ്മളെ ആ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഐസ് വരുന്ന പോലെയല്ല, ആ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ ഈ ഒരു മലയുടെ മുഖത്തിലിരുന്ന് ഇങ്ങനെ വാരി എറിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രത്യേക രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെല്ലാവരും കൂടെ താഴേക്ക് വീണ്ടും നടന്നു കേട്ടോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മണാലിയിൽ മഞ്ഞ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം മഞ്ഞ് ഭയങ്കരമായി നമ്മൾ ഈ പറഞ്ഞ പോലെ നേരെ ഇപ്പൊ തന്നെ ഇത്രയും മഞ്ഞത്ത് തന്നെ നടക്കുമ്പോൾ നമ്മളൊരു പരിവായിരുന്നു. അപ്പം ഫുള്ള് മഞ്ഞുള്ള ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ പരിതാപകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ തന്നെ തുമ്മലും ചീറ്റലും ബഹളമൊക്കെ ആയി, നല്ല ക്ഷീണമായി. എന്നാലും ഇവിടെ വരിക, ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക, ഇത്രയും മഞ്ഞ് മലകളിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കുറെ കാലങ്ങളോളം ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ചകളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. അങ്ങനെ മഞ്ഞുമലകൾക്കിടയിലൂടെ ഒരു വലിയ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു പരുവമായി. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ശരി, ബൈ.